ഗായത്രി സെറ്റിലേക്ക് വന്ന ദിവസം ഭയങ്കര രസമായിട്ട് ഗായത്രി നമ്മളെല്ലാവരും കൂടെ വരട്ടിയായിരുന്നു എന്നുവെച്ചാൽ ഭയങ്കര ഫൺ റാഗിങ് എന്ന് പറയുന്ന പോലെ. അതിനകത്ത് റാഗിങ് കമ്മിറ്റി ചെയർമാൻ സുരാജേട്ടനായിരുന്നല്ലോ. ഇതെല്ലാവരെയും വരുമ്പോൾ ഇങ്ങനെ റാഗിങ് ഉണ്ടോ അതോ പാവം ഗായത്രിക്ക് മാത്രമുള്ളതായിരുന്നു? ഞാൻ അങ്ങനെ ആരെയും ഇതുവരെ റാഗ് ചെയ്തിട്ടില്ല. തമാശക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചങ്ങ് കളയുന്നതല്ലാതെ. പക്ഷെ ഇത് ഇങ്ങോട്ട് വീഴാനായിട്ട്, അത് എന്നെ വിളിക്ക്, ഞാൻ മരിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ്. മുൻപ് മരിക്കാനല്ല ഞാൻ പറഞ്ഞത്, എന്നെ കളിയാക്കിക്കോ, സ്പോർട്ടി സ്പിരിറ്റിൽ എടുക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ നായിക. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല സംസാരം, പിന്നെ ഇടപെടൽ, നല്ല ഒരു വ്യക്തിത്വം ഉണ്ട് ആ കുട്ടി. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കോമഡി പറഞ്ഞപ്പോൾ അവർക്കത് ഹ്യൂമറാണെന്ന് തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നമുക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ വീണ്ടും സംസാരിക്കാൻ തോന്നുന്നത്. അതല്ലാതെ നമ്മൾ പറയുന്ന ഹ്യൂമർ അവർക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡാർക്ക് സീനാണ്, പിന്നെ അങ്ങോട്ട് പോകുകയില്ല. അപ്പോൾ ഇവർ ചിരിച്ചു മനസ്സിലാക്കി. അതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ സിനിമ നമ്മുടെ അരുൺ എഴുതി വെച്ച തിരക്കഥയെല്ലാം ഞാൻ മാറ്റി ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. ഞാൻ വേറൊരു കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഞാനും ചാക്കോച്ചും കൂടെ ഇരുന്നിട്ട് പറഞ്ഞു, ക്ലൈമാക്സ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കും കേട്ടോ. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു എന്താണ് ഇനി എന്താവും. ഞാൻ പറഞ്ഞു ഇപ്പൊ ഏതൊരു പറഞ്ഞു എന്നോട് അരുണേട്ടൻ ഇതുവരെ പറഞ്ഞു തന്നുള്ളൂ, ഇനി ബാലൻസ് എനിക്ക്. ഞാൻ പറഞ്ഞു അത് വേറൊന്നുമല്ല, അവസാനം അച്ഛൻ മരിക്കും, നായികയുടെ അച്ഛൻ മരിച്ച് ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ അതിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇതിങ്ങനെ കരയും. അപ്പോൾ ചാക്കോച്ച് അപ്പുറത്തിരിപ്പുണ്ട്, ഞാനുണ്ട്, നമ്മൾ രണ്ട് മുഖത്ത് ചിരിയാ. അപ്പോൾ ഇവളിത് ഫുള്ളിങ്ങനെ കേട്ടാണ്, അത് കരയണല്ലേ, അപ്പോൾ അഭിനയ സാധ്യത ഉള്ളതാണല്ലേ. ഞാൻ പറഞ്ഞ അഭിനയ സാധ്യത ഉള്ളതാണ്. ഒരുപാട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാമുകം വരെയാണ് ചാക്കോച്ചൻ. കാമുകം വരുമ്പോൾ അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടവും കാമവും വരുന്നതിൻ്റെ സന്തോഷം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരണം, എന്നാൽ തമ്മിൽ ക്ലാഷ് ആവുകയും ചെയ്യരുത്. അയ്യോ അതിപ്പോൾ എങ്ങനെയാ? ഞാൻ പറഞ്ഞു കരഞ്ഞ് നമുക്ക് തുടക്കം മുതൽ എടുക്കാം. ആദ്യം അച്ഛൻ വരുമ്പോൾ നന്നായിട്ട് കരഞ്ഞിട്ട് നായകൻ വന്നതിൻ്റെ സന്തോഷം. അപ്പോൾ ഈ നായകൻ വരുന്നതിൻ്റെ സന്തോഷം നോക്കും, പെട്ടെന്ന് നായകനങ്ങ് പോവുകയാണ്. അച്ഛനും പോയി, നായകനും ഇട്ടേച്ച് പോയി. അപ്പോൾ അതിൽ വെപ്രാളം, ഭയങ്കര മനം തൊന്ന് ഈ അച്ഛൻ്റെ തലക്കിൽ കൊളുത്തി വെച്ചിരിക്കണല്ലേ ഈ തിരിയിട്ട എണ്ണ, ആ എണ്ണ എടുത്ത് തലയിൽ കൂടെ ഒഴിച്ചിട്ട് തീ അടിക്കണം. അപ്പൊ ഇങ്ങനെ കത്തും തല. അപ്പൊ എല്ലാം കരിഞ്ഞു പോവില്ല, കരിഞ്ഞു പോവും. പക്ഷെ കരിഞ്ഞു പോവാത്ത രീതിയിൽ അഭിനയിക്കണം. നമുക്ക് കരിഞ്ഞത് വേണ്ട, അല്ല വെന്തത് മതി എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അത് വിശ്വസിച്ചു. പിന്നെ സപ്പോർട്ടിന് ചാക്കോച്ചനും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പൊ ഇനി ഇതൊക്കെ വച്ച് കെട്ടണമല്ലേ. ഞാൻ പറഞ്ഞ ഡൂപ്പ് ഇടുമോ സാധാരണ സിനിമയിലെ ഡൂപ്പ്? ഞാൻ പറഞ്ഞ അഭിനയ പ്രാധാന്യം ഉള്ളതും വേണം, ഡൂപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇട്ട് വട്ടാക്കി. പക്ഷെ അതിന്റെ കൂടെ നിൽക്കുമെന്നുള്ളതാണ്. പിന്നെ അരുണിനെ വിളിച്ച് ചോദിക്കുന്നു, ജയ്സേട്ടൻ്റെ ചോദിക്കുന്നു, ഡയറക്ടറോട് ചോദിക്കുന്നു, സാറേ ഇതൊന്നും ആദ്യം പറഞ്ഞില്ലേ, എനിക്ക് ആ കൂടി ഈ ഒറ്റ മുടിയേ ഉള്ളൂ, ഇതൊക്കെ കത്തിക്കരിഞ്ഞ് എണ്ണയൊക്കെ എടുത്ത് സാർ ചൂടെണ്ണ ആയിരിക്കുമോ അതോ തണുത്ത എണ്ണ ആയിരിക്കും? അങ്ങനെ കുറേ ഡൗട്ടുകളൊക്കെ പറഞ്ഞു. അതൊക്കെ തമാശയായിട്ട്, അത്രയും നേരത്തെ പറഞ്ഞുള്ള സ്പോർട്ടി സ്പിരിറ്റിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് തമാശ പറയാം. അതില്ല നമ്മളൊരു വലിയ തമാശ പറഞ്ഞിട്ട് എന്താണത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അതായത് വിനീത ഇരിക്കുന്ന പോലെ ഇരിക്കരുത്. സുരാജേട്ടൻ വലിയ തമാശ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തമാശ കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ ചിരിക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ആ ഒരു ഘട്ടം എത്തുമ്പോഴാണ് എപ്പോഴും നമ്മൾ ഗുഡ് ബൈ പറയുന്നത്. കുറേ തിരുവനന്തപുരം ഭാഷ സിനിമകൾ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷയ്ക്ക് ഇത്രയും പോപ്പുലാരിറ്റി ഉണ്ടെന്നാണ് സുരാജേട്ടൻ. തൃശ്ശൂർ ഭാഷയുടെ ഒരു വലിയ പാക്കേജ് എടുത്ത് കയ്യിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത്? എനിക്ക് വളരെ എളുപ്പമെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പുതിയ പുതിയ സ്ലാങ് പറയണം, പിന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സ്ലാങ് എനിക്ക് പറയണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പടം നമ്മുടെ ജമുന പ്യാര് കാരണം തൃശ്ശൂർ സ്ലാങ് പറയാൻ പറ്റും. പിന്നെ ഈ തിരുവനന്തപുരം സ്ലാങ് ഞാൻ എല്ലാ സിനിമകളിലും പറഞ്ഞിട്ടില്ല. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ് ഗംഭീരമായതോടുകൂടി അതെൻ്റെ തലയിൽ വീണു. ഇപ്പൊ ഞാൻ എവിടേക്ക് ഇവൻ തിരുവനന്തപുരം സ്ലാങ് അറിയാം, ഇവന് ആദ്യ തിരുവനന്തപുരം സ്ലാങ് ഇത് ഞാൻ സിനിമയിൽ വന്ന സമയത്തും ആൾക്കാർ പറഞ്ഞതാണ്.
ആൾക്കാർ മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും പറയുന്നതെല്ലാം ഞാൻ ലൈവ് കേട്ടോണ്ടിരിക്കുന്നു. അത് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവിടെ വന്നിട്ട് തിരുവനന്തപുരത്തിലായെങ്കിൽ മാത്രം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അത് കഴിഞ്ഞ് അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മത്സരിക്കാനൊന്നുമില്ല, സൈഡ് വഴി നേരെ ഞാനും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ തിരുവനന്തപുരം മാത്രമല്ല എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. വൺസ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പോവാൻ തോന്നൂല. മാത്രമല്ല സിനിമ അതൊരു എന്താ കടല് പോലെ ഇങ്ങനെ കിടക്കയില്ല. നമ്മളൊന്നും ഒന്നും ആയില്ല, ദൈവസത്യം. എന്തെങ്കിലും അഭിനയത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. ഞാൻ ഇത് തുടക്കമായേ ഉള്ളൂ, എൻ്റെ തുടക്കമാണ്. അപ്പോൾ ഒരുപാട് പാവപ്പഴകളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഇനി വരാം, വന്നുകൂടായികയില്ല. പക്ഷെ കിട്ടുന്ന വേഷം വളരെ മനോഹരമായിട്ട് നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും.